ഇന്നലെ മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്കുള്ള പ്രകോപനം. വിഷയം വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്, ചില വേദികളിലെങ്കിലുമൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോഴത്തെ പ്രകോപനം എന്താണെന്ന് ആദ്യം പറയാം. നമ്മുടെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മഹാനായ കാശ്മീർ സിംഹം ഷെയ്ഖ് അബ്ദുള്ളയുടെ പൗത്രനുമായ ഒമർ അബ്ദുള്ള നിയമപ്രകാരം വിവാഹമോചനം നേടാൻ തീരുമാനിച്ചിട്ട് കുറച്ചധികം കാലമായി. പക്ഷേ ഇപ്പോഴാണത് പ്രാവർത്തികമാകുന്നത്. ഈ മനോരമ റിപ്പോർട്ട് പ്രകാരം 1994 അദ്ദേഹം പായൽ സിംഗ് എന്ന് പറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിച്ചത്. പേരുകൊണ്ട് തന്നെ അവർ അന്യമതസ്ഥയാണ് എന്ന കാര്യം വ്യക്തമാണ്. ഇദ്ദേഹം ഇസ്ലാമിക ആചാരപ്രകാരമാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, അതായത് നിക്കാഹ് ഫോമിലാണ് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. 3 തലാക്ക് ചൊല്ലി ഭാര്യയെ ഒഴിവാക്കാമായിരുന്നു. കഷ്ടകാലത്തിന് പുള്ളി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആയിരുന്നിരിക്കണം വിവാഹം കഴിച്ചത്. അതുകൊണ്ട് 2009 ഇവർ വേർപിരിഞ്ഞാണ്. ആ വേർപിരിഞ്ഞ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനന്ന് ഇന്ത്യ വിഷനിൽ വാരാന്ത്യം പരിപാടി നടത്തുന്ന സമയമാണ്. അന്ന് മനോരമ കൊടുത്ത വാർത്ത, രണ്ടുപേരും പടം കൊടുത്തിട്ട് പായലേ വിട എന്നായിരുന്നു. പായലേ വിട, പൂപ്പലേ വിട, എന്നേക്കും വിട എന്നുള്ളത് അപ്പെക്സ് അൾട്ടിമയുടെ അക്കാലത്തെ പരസ്യമായിരുന്നു. ആ പരസ്യത്തിൽ നിന്ന് പ്രകോപിതനായി അല്ലെങ്കിൽ പ്രചോദിതനായി മനോരമയുടെ അന്നത്തെ പത്രാധിപൻ കൊടുത്ത ഹെഡിങ്ങാണ് പായലേ വിട എന്നുള്ളത്. ഏതായാലും പായലേ വിട 2009 ഞാനന്ന് വാരാന്ത്യത്തിൽ പരാമർശിച്ചപ്പോഴും ഓർക്കുന്നുണ്ട്. മനോരമയ്ക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കാൻ പറ്റുകയുള്ളൂ, കാരണം ഇത്രയും ഭാവനാശാലികളായ ആളുകൾ വേറൊരു പത്രത്തിലും ഇല്ല എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ ദിവസം വരെ വിചാരിച്ചിരുന്നത്, പായൽ അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും അന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു, ഇത് ഇപ്പോൾ അവർ തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 2009 ഇവർ വേർപിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് മുതൽക്ക് കോടതി കയറി നടക്കുകയായിരുന്നു. ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചാൽ ഉള്ളൊരു ബുദ്ധിമുട്ട്, കോടതി പഠിക്കുക മാത്രമേ വിവാഹമോചനം സാധ്യമാകുകയുള്ളൂ. ഈ ബന്ധത്തിൽ 2 കുട്ടികളുണ്ട്. 94 വിവാഹം കഴിച്ചു, 2 കുട്ടികളുണ്ട്. 2009 വേർപിരിഞ്ഞു. ഇതിപ്പോൾ കൊല്ലം 2026. ഇതുവരെ അവർ കുടുംബ കോടതിയിലും ഹൈക്കോടതിയിലും ഓതിരം കടകം വെട്ടുകയായിരുന്നു. ഇപ്പോൾ കേസ് സുപ്രീം കോടതിയിലാണ്. ഒമർ അബ്ദുള്ള ഭാര്യയിൽ നിന്നുള്ള പീഡനം ആരോപിച്ച്, മെൻ്റൽ ക്രൂവൽറ്റി അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ആണ് ഈ ഹർജി കൊടുത്തത്. അതൊന്നുപോലും തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് കുടുംബ കോടതി ഹർജി തള്ളി. അതിൻ്റെ പുറത്ത് ഹൈക്കോടതി കൊടുത്തു, അതും തള്ളി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാദത്തിന് വന്നപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും ഭാര്യയ്ക്കും മടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നതിനെ അബ്ദുള്ള വിട്ടുകളയാം എന്നവരും വിചാരിച്ചു. അപ്പോൾ 2 പേരും ഇപ്പോൾ കോടതിയുടെ പ്രത്യേക അനുമതി പ്രകാരം വേർപിരിയാൻ അനുവദിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കേസുകൾ പിൻവലിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് കോടതി അറിയിച്ചു. കോടതിയുടെ അനുവാദം കിട്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ചു. നമ്മുടെ നാട്ടിൽ ഈ കേസുകൾ പോകുന്ന പോക്ക് 2009 തുടങ്ങി 2026 എത്തിയിട്ടും ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ഒമർ അബ്ദുള്ള കാശ്മീരിലെ മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്. വല്ല വിശേഷമുണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടിൽ മിക്കവാറും ഏത് കേസിലും സംഭവിക്കുന്ന ദുരന്തം തന്നെയാണ്. കേസുകൾക്ക് ആദ്യമേ ഉണ്ടാവുള്ളൂ, അവസാനം ഉണ്ടാകുകയില്ല. കുടുംബ കോടതി തന്നെ സ്ഥാപിച്ചത് ഇതുപോലുള്ള കേസുകൾ സ്പീഡിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വിചാരണ സിവിൽ കോടതികൾ നടത്തിയാൽ പോരാ, പ്രത്യേക കോടതികൾ ഇതിനു വേണ്ടി ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് 1980കളിൽ ഇങ്ങനൊരു നിയമം പാസ്സാക്കിയത്. കേരളത്തിൽ ആദ്യം തിരുവനന്തപുരത്ത് മാത്രമേ കുടുംബ കോടതി ഉണ്ടായിരുന്നു. യശശരീരയായ ജസ്റ്റിസ് ശ്രീദേവി ആയിരുന്നു കുടുംബ കോടതിയിലെ ആദ്യത്തെ ജഡ്ജി. അവർ വളരെ കാലം തിരുവനന്തപുരത്ത് കുടുംബ കോടതി ജഡ്ജിയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഹൈക്കോടതിയിലേക്ക് എലിവേഷൻ കിട്ടി ഹൈക്കോടതി ജസ്റ്റിസായിട്ട് മാറി. അവർ മരിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കൊല്ലമായി. അവരുടെ മകൻ ഇപ്പോൾ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്, ജസ്റ്റിസ് ബസന്ത് ബാലാജി. അപ്പോൾ കുടുംബ കോടതിയിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചു, പിന്നീട് എറണാകുളത്ത് ആരംഭിച്ചു. എറണാകുളത്ത് തുടങ്ങുന്ന സമയത്ത് എറണാകുളം തൃശ്ശൂർ ജില്ലകൾക്ക് വേണ്ടിയിട്ട് ഒരു ഒറ്റ കോടതിയായിരുന്നു. സിവിൽ കോടതികളിൽ ഉണ്ടായിരുന്ന കേസുകളൊക്കെ കുടുംബ കോടതിയിലേക്ക് മാറ്റി. പിന്നീട് തൃശ്ശൂർക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. എറണാകുളത്ത് മാത്രം ഒരു കോടതി. അത് കഴിഞ്ഞ് ജോസഫ് വാഴക്കൻ മൂവാറ്റുപുഴ MLA ആയിരിക്കുന്ന സമയത്ത് ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, മൂവാറ്റുപുഴയുടെ സമഗ്ര വികസനത്തിൽ ഒരു കുടുംബ കോടതി അനിവാര്യമാണ് എന്ന് പറഞ്ഞു. പുള്ളി അന്നത് മാണി സാറിനോട് പറഞ്ഞ് ഒരു വിധത്തിൽ സാങ്ഷനാക്കി എടുത്തു. മാണി സാറായിരുന്നു നിയമമന്ത്രി. അങ്ങനെ മൂവാറ്റുപുഴയിൽ കുടുംബ കോടതി ആരംഭിച്ചു. പിന്നീട് നമ്മുടെ സഖാവ് P. രാജീവ് നിയമമന്ത്രി ആയിരിക്കുമ്പോൾ വടക്കൻ പറവൂരും ആലുവയിലും ഓരോ കുടുംബ കോടതികൾ ആരംഭിച്ചു. അങ്ങനെ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ 4 കുടുംബ കോടതിയുണ്ട്.
ഇനി കോടതികളുടെ എണ്ണം കൂടി എന്ന് എഴുതിയിട്ട് കേസുകളുടെ എണ്ണത്തിൽ വല്ല കുറവുണ്ടോ? ഒരിക്കലുമില്ല. ഈ കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു. കോടതിയിൽ പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആ കക്ഷികളുടെ എണ്ണം പെരുകുന്നു. വിവാഹമോചന കേസുകൾ വർദ്ധിക്കുന്നു. അത് എല്ലാം തന്നെ അവസാനം കോടതി വിധി വരെ പോകുന്നില്ല. ചിലതൊക്കെ ഇടയ്ക്ക് വെച്ച് ഒത്തീർപ്പാകും. ഒരിക്കലും ഇവർ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയല്ല ഒത്തീർപ്പാകുന്നത്, പിരിയാൻ വേണ്ടിയാണ് ഒത്തീർപ്പാകുന്നത്. കുറേ നാൾ നടന്ന് കാലിൽ ചെരുപ്പ് തേയുമ്പോൾ കക്ഷികൾക്ക് തോന്നുന്നു എന്നാ ഒത്തീർപ്പായി പോയി കളയാം. ഈ ഒമർ അബ്ദുള്ളക്ക് അത് സുപ്രീം കോടതിയിൽ എത്തുന്നവരെ തോന്നില്ല കേട്ടോ. സാധാരണക്കാർക്ക് തോന്നും 2-3 കൊല്ലം നടന്നു കഴിയുമ്പോൾ എന്നാൽ തീർത്തളയാം എന്ന് തോന്നും. അങ്ങനെ പിന്നെ മാത്രമല്ല, വക്കീലന്മാരെ കുറിച്ച് ഒരു വാചകം പറയാതിരിക്കാൻ തോന്നില്ല. ഒരു കേസ് 9 കേസാക്കുന്ന പരാക്രമികളായിട്ടുള്ള വക്കീലന്മാരുമുണ്ട്. എല്ലാവരും അല്ല, എന്നാൽ ആ വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ കുടുംബ കോടതി പരിസരത്ത് കാണപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പിന്നെ കുടുംബ കോടതിയിൽ ജഡ്ജിയായിട്ടിരിക്കണമെങ്കിലും അസാമാന്യമായ ധൈര്യവും സ്ഥൈര്യവും ക്ലേശം സഹിക്കാനുള്ള സന്നദ്ധതയും വേണം. സാധാരണ കോടതിയിലെ പോലെയല്ല. സ്ത്രീകളും കുട്ടികളും ഇതുപോലുള്ള വക്കീലന്മാരും ഒക്കെ ആയിട്ട് വലിയ അംഗമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗുരുവായൂർ അമ്പലത്തിൽ വാകച്ചാർത്തിന് നട തുറന്ന പോലെയാണ് കക്ഷികളുടെ നിപ്പ്. കക്ഷികൾക്ക് പ്രവേശിക്കാൻ വേറെ വാതിൽ. ഓരോ കേസ് വിളിക്കുമ്പോൾ ആളുകൾ കയറിയിരിക്കും. വലിയ സംഭവമാണ്. ആദ്യം എറണാകുളത്ത് പ്രോവിഡൻസ് റോഡിലായിരുന്നു. അവിടെയാണ് നിൽക്കാനും ഇരിക്കാനും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നീട് കലൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ കോടതിയായിട്ട് പരിവർത്തനം ചെയ്തപ്പോൾ കുടുംബ കോടതി അവിടേക്ക് മാറ്റി. അവിടെ സ്ഥല സൗകര്യം ഉണ്ടായിരുന്നു. വിശാലമായ കോടതി ഹാളാണ്. അവിടെ വെച്ച് ജഡ്ജിമാർക്ക് വിധിക്കാനും ഒരു സുഖമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി. ഈ കേരളത്തിൽ തന്നെ സ്ഥല സൗകര്യം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റിയ ഒരു ഉദാഹരണം എറണാകുളം കുടുംബ കോടതിയുടെ മാത്രമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോഴീ പറഞ്ഞ പോലെ നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ വക്കീലന്മാർ തമ്മിലുള്ള കക്ഷികൾ തമ്മിലുള്ള കുടിപ്പക ചിലപ്പോൾ വക്കീലന്മാരിലേക്ക് കൂടി വ്യാപിക്കും. അങ്ങനെ ബദ്ധശത്രുക്കളായിട്ട് മാറും. കഴിഞ്ഞ ദിവസം കുടുംബ കോടതി ജഡ്ജി പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. ഭാര്യയുടെ വക്കീലിനെ നോക്കി ഭർത്താവിൻ്റെ വക്കീൽ ചിരിച്ചാൽ കക്ഷി വക്കാലത്ത് മാറ്റിക്കളയും. അത്രയും സ്നേഹമാണ് ഇവിടെ കാര്യങ്ങൾ. അത്ര സ്നേഹത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന്. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. എറണാകുളം കോടതിയിലെ സ്ഥല സൗകര്യം വളരെ കൂടുതലാണെന്ന് പറയേണ്ടി വരും. നമ്മൾ ആലുവ കോടതിയിൽ ഒരു തവണയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ, അത് ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പണ്ടൊരു പേർഷ്യൻ കവി പറഞ്ഞിട്ടുണ്ട്. ആ പേർഷ്യൻ കവിയെ ഞാൻ ആലുവ കുടുംബ കോടതിയിലേക്ക് സഹർഷ സ്വാഗതം ചെയ്യുകയാണ്. ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ അത് ഇതല്ലാതെ വേറെ യാതൊന്നുമല്ല എന്ന് അദ്ദേഹം എഴുതേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അത് ജഡ്ജിയുടെ കുഴപ്പമില്ല, സ്റ്റാഫിൻ്റെ കുഴപ്പമില്ല, അവിടെ സ്ഥല സൗകര്യം തീരില്ല. അകത്തേക്ക് കയറിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അകത്തേക്ക് കയറാനും പറ്റില്ല. അത്രയും ഇടുങ്ങിയ സ്ഥലത്താണ് ഈ കോടതി പ്രവർത്തിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ നേരെ മുമ്പിൽ ആലുവ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസാണ്. മുനിസിപ്പാലിറ്റിൻ്റെ മുമ്പിലാണെങ്കിൽ ദിവസവും സമരവും ധാരണയും കുന്തവും കുടച്ചക്രമാണ്. അത് മൈക്ക് വെച്ചിട്ടാണ് അവിടുത്തെ പ്രവർത്തനം. മൈക്കില്ലാതെ ഇവിടുത്തെ പ്രവർത്തനം. അപ്പോൾ കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ അപ്പുറത്തെ മുദ്രാവാക്യം മൈക്ക് വഴിക്ക് നമുക്ക് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. കേസ് വിളിക്കുന്നത് കേൾക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ആലുവ കുടുംബ കോടതി പോകുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ പറവൂർ സുഖവും സൗകര്യവും വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ സ്ഥലം കൂടുതലുണ്ട്. ആളുകൾക്ക് നിൽക്കാനും ഇരിക്കാനും ശ്വാസം വിടാനും പൊറുതി ഉള്ള ഒരു സ്ഥലത്താണ് അവിടെ പ്രവർത്തിക്കുന്നത്. മിക്കവാറും എല്ലാ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് കുടുംബ കോടതിയിൽ സ്ഥല സൗകര്യം കുറവാണെന്ന് വെച്ചിട്ട് ഒരു ഭാര്യയും ഭർത്താവിനെതിരായിട്ട് ചിലവിനിട്ടുള്ള കേസ് കൊടുക്കാതിരിക്കുന്നില്ല. ഒരു ഭർത്താവും ഭാര്യയ്ക്കെതിരായിട്ട് ഉള്ളതും ഇല്ലാത്തതുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസ് കൊടുക്കാനും മടി കാണിക്കുന്നില്ല. അപ്പോൾ ഈ പായൽ സിംഗിൻ്റെയും ഫാറൂഖ് അബ്ദുള്ളയുടെയും കഥ, അല്ലെങ്കിൽ ഉമർ അബ്ദുള്ളയുടെയും കഥ എന്ന് പറയുന്നത് ഒരു സാർവലൗകികമായ പ്രതിഭാസമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഒരു കാര്യവും ഇല്ലാതെയും കേസ് കൊടുക്കുന്നവരുണ്ട്, കഠിനമായ കാരണങ്ങളുണ്ടായിട്ട് കേസ് കൊടുക്കുന്നവരുമുണ്ട്. അങ്ങനെ നമ്മൾ ഈ ലോകം എന്താണ്, ജീവിതം എന്താണെന്ന് കാണണമെങ്കിൽ കുടുംബ കോടതി പോയി നോക്കിയാൽ മതി. ലോകത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് കുടുംബ കോടതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണക്കാരായ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തത്വചിന്തകന്മാരായിട്ട് മാറും. ഭഗവാൻ ബുദ്ധൻ എങ്ങനെയാണ് ബോധോദയം ഉണ്ടായത് എന്ന് കേട്ടിട്ടില്ലേ? ബുദ്ധഭഗവാന് ബോധോദയം ഉണ്ടായത് അതേ ഒരു ദിവസം വെറുതെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ വളരെ വൃദ്ധനായി സ്വന്തം ആരോഗ്യം ക്ഷയിച്ച് നടക്കാൻ വയ്യാതെ ഒരാളെ കണ്ടു. അപ്പോഴും മനുഷ്യർക്ക് വാർദ്ധക്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത്. അതുപോലെ ഒരു മൃതദേഹം കൊണ്ടുവന്നതാണ്. അപ്പോഴും മനുഷ്യർക്ക് മരണമുണ്ട് എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം അദ്ദേഹത്തെ തുറിച്ചു നോക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ കണ്ടിട്ടാണ് പുള്ളി ഒരു ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി. അരയാലിൻ്റെ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പേരാലിൻ്റെ ആയിരിക്കും. രണ്ടാലൊന്നിൻ്റെ ചുവട്ടിൽ അദ്ദേഹം പോയിരുന്ന് തപസ് ചെയ്യും. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്
ബോധോദയം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതുവരെ സിദ്ധാർത്ഥൻ എന്ന പേരിലാണ് പുള്ളി, സ്കൂളിലെ പേര് സിദ്ധാർത്ഥൻ എന്നാണ് രജിസ്റ്റർ പ്രകാരം. അങ്ങനെയാണ് ഭഗവാൻ ബോധോദയം ഉണ്ടായത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കുടുംബ കോടതിയിൽ കുറച്ച് കാലം പോയിരുന്ന ആർക്കായാലും ബോധോദയം ഉണ്ടാവും. അത്രയും ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കുടുംബ കോടതിയുടെയും ഹൈക്കോടതിയുടെയും കെട്ടുപാടുകൾ ലംഘിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് പറന്ന് അകലുന്ന നമ്മുടെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയ്ക്കും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ അല്ലാതാകാൻ പോകുന്ന പായൽ സിംഗിനും മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പൂപ്പലെ വിട, പായലെ വിട എന്നേക്കും.